25 പവനും 10 ലക്ഷം രൂപയും സ്ത്രീധനമായി ചോദിക്കണമെന്ന് പപ്പേട്ടൻ ആദ്യം തന്നെ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നില്ലേ? ഓ അന്ന് തന്നെ കാറിന്റെ കാര്യം കൂടി സൂചിപ്പിക്കാമായിരുന്നു. അല്ല, അതെ, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് വേണോ? നിങ്ങളായിട്ട് തന്നെ ചോദിക്കേണ്ടതല്ലേ? നിക്ക് നിക്ക് പറയ്, നിന്റെ മനസ്സിലൊന്നുമില്ലേ? വേറെ ആരെങ്കിലും? ഒന്നുമില്ലെന്നേ. എന്തോ ഉണ്ട്. നീ അത് മനഃപൂർവ്വം ഒളിപ്പിക്കുക. ഈ പാറുവിന് ഇത് എന്തു പറ്റി? രത്നെ, എന്തുണ്ടെങ്കിലും നിനക്ക് എന്നോട് വിശ്വസിച്ച് തുറന്നു പറയാം. അതെ, നമ്മളിങ്ങനെ സംസാരിച്ചു തന്നാലേ ഞാൻ സ്കൂളിലെത്താൻ ലേറ്റ് ആവും. ഞാൻ ചെല്ലട്ടെ. അതെ, നിക്ക്, ഞാനും വരുന്നെന്ന്. എന്നാ വാ. രത്നെ, നീ പറയാൻ മടിക്കുന്ന കാര്യം ഞാൻ കണ്ടുപിടിക്കും കേട്ടോ. ശരി ശരി. ഗിരിയേട്ടാ, എന്തെങ്കിലും ഒരു വഴി ദൈവം തുറന്നു തരും. എടാ, അങ്ങനെ വെറുതെ സമാധാനിച്ചിരിക്കാനൊന്നും പറ്റില്ല. ദിവസങ്ങൾ ഇങ്ങനെ ഓടിയങ്ങ് പോകും. പിന്നെ കൈകാലിട്ട് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവരാവശ്യപ്പെട്ട സ്ത്രീധനം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. അതൊക്കെ ഗിരിയേട്ടന് സാധിക്കും. ഗിരിയേട്ടൻ ധൈര്യമായിട്ടിരിക്കും. അമ്മാവ. ഗിരി, ജോത്സ്യനെ കണ്ട് നിശ്ചയത്തിനുള്ള തീയതി കുറിച്ച് കേട്ടോ. വരുന്ന ബുധനാഴ്ച 10നും 11നും ഇടയ്ക്കുള്ള സമയത്ത് നിശ്ചയം നടത്താം. ഗിരിക്ക് അത് സമ്മതമല്ലേ? ബുധനാഴ്ച തന്നെ നിശ്ചയം നടത്താം. ഞങ്ങൾക്ക് വരെ അസൗകര്യമൊന്നുമില്ല. പിന്നെ കാർ ബുക്ക് ചെയ്യാൻ പോകുമ്പോ ഞങ്ങളെയും കൂടി അറിയിക്കണം. പയ്യന്റെ ഇഷ്ടത്തിനുള്ള കാറല്ലേ വാങ്ങേണ്ടത്. കാറോ? വണ്ടി ഏതായാലും ഇലക്ട്രിക് മതി. കൊണ്ടു നടക്കാൻ അതാ ലാഭം. മനസ്സിലായില്ല. അമ്മാവൻ ഏത് കാറിന്റെ കാര്യമാണ് പറയുന്നത്? ഗിരി പയ്യനൊരു ഇലക്ട്രിക് കാർ കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ അതിന്റെ കാര്യമാ പറഞ്ഞത്. ഇലക്ട്രിക് കാറോ? ഗിരി അത് മറന്നുപോയോ? അല്ല, കാറിന്റെ കാര്യം എപ്പോഴാ പറഞ്ഞത്? ഇന്നലെ സ്വർണത്തിന്റെയും പണത്തിന്റെയും കാര്യം പറഞ്ഞപ്പോ കൂടെ ഒരു ഇലക്ട്രിക് കാർ വേണമെന്ന് ഞാൻ സൂചിപ്പിച്ചതാണല്ലോ. അങ്ങനെ പറഞ്ഞു? ആ, കല്യാണത്തിന്റെ അന്ന് പയ്യന് ഇലക്ട്രിക് കാർ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഗിരി അത് സമ്മതിച്ചതുമാണ്. ഇപ്പൊ എന്തു പറ്റി? കാർ കൊടുക്കാൻ ഗിരിക്ക് വല്ല പ്രയാസമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ ഒരു മറവി? കാർ ഇപ്പോൾ ഒരു ആഡംബര വസ്തുവൊന്നും അല്ല. അത് അത്യാവശ്യവുമാണ്. ഒരെണ്ണം വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതെടുത്തോണ്ട് എവിടെ വേണമെങ്കിലും പോകാമല്ലോ. അതല്ലാതെ വെയിലത്തും മഴയത്തും ചെക്കനും പെണ്ണും കൂടി ഏതെങ്കിലും റോഡ് വെക്കത്ത് ബസ്സും കാത്തു നിൽക്കുന്നത് കഷ്ടമല്ലേ? അതിന്റെ നാണക്കേട് ഗിരിക്കും കൂടിയാ. അതൊക്കെ ശരിയാണ്. അപ്പോ വണ്ടി ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ചെക്കനെ കൂടെ ഒന്ന് വിളിച്ചറിയിച്ചേക്ക്. അല്ല, കാറിന്റെ കാര്യത്തിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഏയ്, ബുദ്ധിമുട്ടൊന്നുമില്ല. പയ്യന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാർ തന്നെ വാങ്ങാം. ശരി, ഞാൻ വിളിക്കാം. ശരി. അല്ല ഗിരിയേട്ടാ, കാറിന്റെ കാര്യമൊക്കെ പറയുന്ന കേട്ടു. കാറും സ്ത്രീധനത്തിന്റെ ലിസ്റ്റ് കയറിയോ? അപ്പോ പണം ഇനിയും വേണ്ടി വരുമല്ലേ? എല്ലാം നിനക്ക് അറിയാവുന്നല്ലേ? എന്നിട്ട് ഇറക്കിവിടെ ഇറക്കിവിടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അത് ശരി, നിങ്ങളിങ്ങനെ സംസാരിച്ചോണ്ടിരുന്നോ? സമയാവുന്നു. എന്തിന്? എന്തിനാണെന്നോ? ഇപ്പൊ ആ നഷ്ട വക്കീലിങ്ങെത്തും. ആ ബാലുവിന്റെ അവന്റെ അമ്മയുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ. ഇന്നാണോ വക്കീൽ വരുന്ന ദിവസം? ആ, എല്ലാ മാസവും ആദ്യ ശനിയാഴ്ചയല്ലേ ആ മഹാൻ എഴുന്നള്ളുന്നത്. ഇന്നാണ് ഈ മാസത്തെ ആദ്യത്തെ ശനിയാഴ്ച. അതയാൾ ചത്താലും മുടക്കൂല. തിരക്കിനിടയിൽ ഞാൻ കാര്യം ഓർത്തില്ല. അപ്പോ ബാലുവിനെ പെട്ടെന്ന് അണിയിച്ചൊരുക്കണമല്ലോ. വേഗം വേണം. ഏതായാലും നിങ്ങളുടെ അച്ഛൻ നിങ്ങക്കിട്ട് തന്ന പണിയെ വല്ലാത്ത പണിയാ. എല്ലാ സ്വത്തുക്കളും ബാലുവിന്. അതിൽ നിന്ന് ഒരു തുണ്ട് ഭൂമിയോ ചില്ലി കാശോ കിട്ടണമെങ്കിലേ ബാലു കനിയണം. അത് അവന്റെ അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സംഭവിക്കാനേ പോകുന്നില്ല. ഇനി അമ്മയും മോനും ചത്ത ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുമോ? അതും ഇല്ല. അവര് രണ്ടാളും ചത്താലും ബാലുവിന്റെ പേരിലുള്ള ഈ സ്വത്തുവകകളൊക്കെയും ബാലുവിന്റെ പേരിലുള്ള ട്രസ്റ്റിന് പോയി ചേരും. പോരാത്തതിന് ഇതെല്ലാം നോക്കി നടത്താനും മാസം തോറും നിരീക്ഷിക്കാനും ഒരു വക്കീലിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്.
വല്ലാത്ത ഗതികേട് തന്നെ. ഓ, ആ പരട്ടത്തന്ത ഇങ്ങനെ ഒരു വള്ളിക്കെട്ട് വിൽപത്രത്തിൽ എഴുതി വെക്കുന്ന ആര് കണ്ടു? ഇതാണ് അങ്ങയുടെ മനസ്സിലിരിപ്പെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അന്നേ വല്ല വിഷവും കൊടുത്ത് ഞാൻ അങ്ങനെ തീർത്തേനെ. ഹാ, ആ കൊച്ചു പ്രായത്തിൽ നീ എന്ത് ചെയ്യുന്ന? നമ്മുടെ സമയദോഷം. നമ്മുടെ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ഒരു ഊരാക്കുടുക്കി പെടിയിലായിരുന്നല്ലോ. നമ്മുടെ ഭാഗ്യക്കേട്. അതുകൊണ്ടല്ലേ കമലത്തള്ള അച്ഛൻ കെട്ടിയതും അവരുടെ തലണ മന്ത്രം കേട്ട് എല്ലാ സ്വത്തുക്കളും ബാലുവിന്റെ പേർക്ക് എഴുതി വച്ചതും. എന്തായാലും അവനിത് അനുഭവിക്കാനൊന്നും പോകുന്നില്ല. നേരായ വഴിക്ക് കിട്ടാത്തത് ഇത്തിരി വളഞ്ഞ മാർഗത്തിലൂടെ നമ്മൾ നേടിയെടുക്കാൻ പോകുന്നു. അത് നേടിയെടുക്കും. എന്ന് അതിനി എത്ര കാലം എടുക്കും? ഇതിന് മാത്രം മരുന്ന് കൊടുത്തിട്ടും അവന്റെ ബുദ്ധിയും ബോധവും പൂർണ്ണമായി നശിച്ചില്ലല്ലോ. എന്നാലല്ലേ അവന്റെ കയ്യിൽ നിന്ന് സ്വത്തുക്കൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇനിയിപ്പം വിരലടയാളം പതിപ്പിച്ച് നേടിയെടുക്കാന്ന് വിചാരിച്ചാലോ? ഇപ്പോഴും അവന്റെ ബുദ്ധി മുഴുവനായിട്ട് മരവിച്ചിട്ടേ ഇല്ല. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ശേഷിക്കുന്ന ബുദ്ധി വെച്ച് അവനെല്ലാം വക്കീലിന്റെ അടുത്ത് വിളിച്ചു പറയില്ലെന്ന് ആര് കണ്ടു? ഇന്ദ്ര, വേവോളം കാത്തെങ്കിൽ ആറുവോളം കാത്തൂടെ? ബുദ്ധിക്ക് ഒരു കുഴപ്പമില്ലാത്തവന്റെ ബുദ്ധിയെ മരുന്ന് കൊടുത്ത് നമ്മൾ പാതി നശിപ്പിച്ചില്ലേ? പാതിയല്ല, അതിൽ കൂടുതൽ നശിച്ചു കാണും. ഇനി കുറച്ച് ദിവസം കൂടെ കാത്തിരുന്ന നമ്മൾ ഉദ്ദേശിച്ചെടുത്ത് നമ്മൾ എത്തിച്ചേരും. നീ ഒന്ന് ക്ഷമിക്കുക. നമുക്കിപ്പോ പോയി ബാലുവിനെ നന്നായി ഒരുക്കാം. വക്കീല് വരുമ്പോ അവനും അവന്റെ അമ്മയും നമുക്കെതിരെ വാതുറക്കായിരിക്കണമല്ലോ. ചേട്ടാ, ഒന്ന് വേഗം വേണം. കാജനെ, നീ അടുക്കളയിൽ പോയി പാലെടുത്തിട്ട് വാ. അതുപോലെ അടുക്കളയിലുള്ളവരോട് പറഞ്ഞ് ബാലുവിന് ഇഷ്ടപ്പെട്ട എന്താന്ന് വെച്ചാ കോഴിയോ ആടോ അവന് ഇഷ്ടമുള്ള വേഗം തയ്യാറാക്കാൻ പറ. ശരി. അറസ്റ്റിലായ ഗുണ്ടയ്ക്ക് സ്റ്റേഷനിൽ ഫോൺ നൽകി കൈത്താങ്ങ്. ആരാമണി? ആ ചെക്കന്റെ അമ്മാവനാ. ഹലോ പപ്പേട്ടൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ഗിരിയോട് അവതരിപ്പിച്ചിട്ടുണ്ട്. കല്യാണ ദിവസം പുതിയൊരു ഇലക്ട്രിക് കാർ പയ്യന് കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ല, അന്നേ ഞാൻ പറഞ്ഞില്ലേ, സഹോദരിമാരുടെ കാര്യത്തില് ഒരു കണക്കും നോക്കുന്നവനല്ല ഗിരിയെന്ന്. അതുകൊണ്ടാ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാ അത് തുറന്നു ചോദിച്ചോളാൻ ഞാൻ പറഞ്ഞത്. അല്ല, പിന്നീട് ഒരിക്കൽ സ്ത്രീധനം കുറഞ്ഞു എന്നുള്ളൊരു പരാതി നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവരുത്. അത് എനിക്ക് കൂടെ അന്തസ്സിന് കുറവാ. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാ ഞാൻ എല്ലാം അങ്ങോട്ട് മുൻകൂട്ടി സൂചിപ്പിച്ചത്. അതെന്തായാലും നന്നായി. അല്ല, കാറിന്റെ കാര്യത്തിൽ ഗിരി എന്തെങ്കിലും ഒഴിവുകൾ പറഞ്ഞായിരുന്നോ? ഏയ്, തരാമെന്ന് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതാണ് ഗിരി. 25 പവനും 10 ലക്ഷം രൂപയും സ്ത്രീധനമായി ചോദിക്കണമെന്ന് പപ്പേട്ടൻ ആദ്യം തന്നെ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നില്ലേ? ഓ, അന്ന് തന്നെ കാറിന്റെ കാര്യം കൂടി സൂചിപ്പിക്കാമായിരുന്നു. അല്ല, അതെ, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് വേണോ? നിങ്ങളായിട്ട് തന്നെ ചോദിക്കേണ്ടതല്ലേ? അല്ല, ഏതായാലും അവൻ കാർ തരാന്ന് സമ്മതിച്ചല്ലോ, അവൻ തരും. ഇനി എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാൻ കേട്ടോ. അതിന് ഒരു മടിയും വിചാരിക്കണ്ട.